പശുവിനും കൊടുക്കേണ്ട ഒരു ലീസറ. ഓ ബായ് ആ സുരേഷ് ഭായിനെ വിളിക്ക്. അത് വേണോ? വേണം. क्या करेंगे सारे अब सुरेश भाई അകത്തുണ്ട്. എന്റെ പൊന്നു ഷെട്ടി, താൻ എന്തിനോട് ടെൻഷൻ അടിക്കുന്നേ? ഈ നോട്ട് നിരോധനം അത്ര വലിയ പണിയൊന്നുമല്ല, അപ്രതീക്ഷിതമായി കിട്ടിയ അടിയുമല്ല. അതൊക്കെ കള്ളപ്പണക്കാർക്ക്. യു ആർ മൈ ഫ്രണ്ട് മാൻ. ഇത് തനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ലോട്ടറിയാ. എ ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ്. ട്രസ്റ്റ് മീ. അരെ ക്യാ ബോൾ റേ? മനസ്സിലായില്ല. ഇതാണ് പുതുതായി ഇറങ്ങാൻ പോകുന്ന 2000 രൂപയുടെ നോട്ട്. 2000 നോട്ടോ? ഇതെപ്പറങ്ങി മറ്റന്നാ മുതലേ ഇത് ബാങ്കിൽ പോലും ഇറങ്ങി തുടങ്ങുള്ളൂ. ഇത് കഴിഞ്ഞ ഇറങ്ങാൻ പോകുന്ന 1000 രൂപയുടെ നോട്ടാന്ന് എല്ലാരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ 10 ദിവസത്തിനുള്ളിൽ ഇറങ്ങുന്നതേ 500 രൂപയുടെ നോട്ടാ. ആ ആരും കണ്ടിട്ടില്ല ആ നോട്ടിന്റെ ഡിസൈൻ. റിസർവ് ബാങ്കിലെ ചുരുക്കം ചിലരും പിന്നെ എന്നെ പോലെ കുറച്ചു പേര് ഒഴികെ. ആ നോട്ട് ഇറങ്ങി ആൾക്കാരുടെ കയ്യിൽ എത്തുന്ന സമയത്ത് താനും അതേ നോട്ട് അടിച്ച് ഇന്ത്യ ഒട്ടാകെ വിതരണം ചെയ്യടോ. ആൾക്കാർ നല്ലതേതാ കള്ളൻ ഏതാന്ന് തിരിച്ചറിയുമ്പോഴേക്കും മിനിമം 1000 കോടിയുടെ കള്ളനെങ്കിലും മാർക്കറ്റിൽ ഇറങ്ങും, യാതൊരു സംശയവുമില്ലാതെ. അതെ, കാഞ്ഞ ബുദ്ധി, ഉഗ്രൻ ഐഡിയ. പക്ഷെ ആരും കാണാത്ത നോട്ട് ഡിസൈൻ ഇല്ലാതെ ഞാൻ എങ്ങനെ അടിക്കും? തനിക്ക് ഡിസൈൻ ഞാൻ തരുവടോ, നാളെ തന്നെ. ചുമ്മാതല്ലേ ഈ പരമോന്നത ബാങ്ക് എടുത്ത് ഞാൻ കളിക്കുന്നത്. ഐഡിയ. എന്നാ പിന്നെ 2000 ഒറിജിനൽ ഡിസൈൻ കിട്ടിയ? നോ 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 നോ. അധികം ആവേശം കാണിച്ച പിടി വീഴും. 500 മതി. ആ നോട്ടിന്റെ ഡിസൈൻ ഉള്ള ഇന്ത്യയിലെ ഏക കള്ള നോട്ട് അടിക്കാരൻ താനായിരിക്കോടൂ. ബട്ട് there is one thing. I need cash. $2 million. कहाँ से लेके आएंगे उतना? Yes, dollars. ഇന്ത്യ മണി വേണ്ട, ഇന്ത്യ മണി വേണ്ട. വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴാ നിരോധിക്കുന്ന ആർക്കറിയാം. കാശ് കുറച്ച് खुद आइडिया देख के बोल रहा है कि मैं इंडियन मनी पे टच नहीं करता गेम. അതാണ്. ആ പേട്ട് സ്ഥലത്തിന് 27 ലക്ഷം ഉറുപ്പ്യ ഈ ലോകത്തൊന്നും അല്ലേ? അത്ര അത്യാവശ്യമായതുകൊണ്ടേക്ക ആ സഹകരണ ബാങ്കിൽ ചെന്നപ്പോ അവിടെ നമ്മളെക്കാളും കഷ്ടമാ. ഈ നോട്ട് നിരോധനമൊക്കെ വന്നേ പിന്നെ എനിക്ക് ഒന്നുകൂടി സഹായിക്കണം. ഇനി സഹായിക്കാന്ന് വെച്ചാൽ തന്നെ മതിയോ? അത് കിട്ടിട്ട് എന്നെ കാണിക്കാൻ. ആ പുതിയ നോട്ടാണ് ഈ അടിച്ചുണ്ടാക്കേണ്ടി വരും. പോയിട്ട് ആധാരം എടുക്കാനുള്ള പൈസ ഇട്ട് വാ. ഇല്ലെങ്കിൽ ഷാജിയെ നിന്റെ വീട് പോകട്ടോ. ഇക്കയാണ് സത്യം ഇല്ലേ? ഇതെന്താ ഇവിടെ കയറി മടിയില് ചെല്ലി തലകട പുറത്ത് എന്നെ കാണിച്ചോണ്ടിരിക്കും. അപ്പൊ കാര്യങ്ങളൊക്കെ പഠിക്കായില്ലേ? നല്ല മനസ്സാ. അതാ വീൽ ചെയറിൽ എല്ലാം ഉള്ളതാണല്ലോ അല്ലേ, വെറുതെ കൊതിപ്പിക്കരുത്. സേവിയറെ, നിന്റെ അടുത്ത് ഇന്നേ വരെ ഞാൻ ഇല്ലാത്ത വല്ല കാര്യവും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. സംഗതി എന്ന് പാതിരാത്രിയോടുകൂടി എന്റെ കൈ കിട്ടും. അതുകൊണ്ടാ രാത്രിക്ക് രാത്രി തന്നെ ഫ്ലൈറ്റും എടുത്ത് 4-4.5 മണിക്കൂർ കാറിൽ യാത്ര ചെയ്ത് ഈ ഹൈറേഞ്ചിലേക്ക് ഞാൻ വന്നത്. വല്ല ഷെട്ടിമാർക്കും മാറുപാടികളും കാശുണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? എന്നിട്ട് ബാക്കി പറ. ഞാൻ ആ സാധനം എന്റെ 2 ആൾക്കാരെ വഴി രാത്രിക്ക് രാത്രി തന്നെ കൊടുത്തുവിടും. ലോക്കൽ ട്രെയിനിൽ. ലോക്കൽ ട്രെയിനിലോ? യെസ്, അതാണ് സേഫ്. ഹൈടെക് കള്ളക്കടത്ത് ട്രാക്ക് ചെയ്യാൻ എളുപ്പാ. ഇങ്ങനെയുള്ള പരിപാടിക്ക് ആർക്കും ഡൗട്ട് തോന്നാത്ത ചെറിയ സെറ്റപ്പാണ് നല്ലത്. പിന്നെ ഇവിടെ അടുത്ത് അധികം ആളും ബഹളവും ഇല്ലാത്ത സ്റ്റേഷൻ ഏതാ? ഗോമംഗലം. പേരിനൊരു സ്റ്റേഷനാ. ആള് കേറാറുമില്ല, ഇറങ്ങാറുമില്ല. നിങ്ങൾ 2 പേരും അവിടെ തന്നെ കാണും. സേവിയറെ, നിങ്ങൾ പോയിരുന്നു. $1 മില്യൺ. അതാണ് ഈ എച്ചിന്റെ വില. സാധനവുമായി വരുന്ന എന്റെ ആൾക്കാരുടെ കയ്യിൽ അത് കൊടുത്തുവിടുന്നു. $3 മില്യൺ. 18 കോടി രൂപ. 18 കോടി രൂപ ഡോളർ തന്നെ വേണോ? വേണം. അപ്പോ cheers. ये क्यों खुश हो रहा? കണ്ടില്ലേ, ഇങ്ങനെയാണ് മംഗലാപുരത്തെ ഏതോ ഒരു കള്ളനോട്ടടിക്കാരൻ ഷെട്ടിക്ക് വന്നെത്തിയ പുതിയ 500ന്റെ കള്ളക്കമ്മട്ടം പലകൈ മറിഞ്ഞ് ഇങ്ങ് സാത്താൻ സേവിയറിന് വേണ്ടി ഗോമംഗലത്തേക്ക് പുറപ്പെട്ടത്. अच्छा, इसीलिए क्या था उसने ये सब स्टार्टिंग में दिखाया था। वो उन 2 लोगों ने जो इसको चुरा लिया था वो फिर ഞാനായിരുന്നേ ഷാജി പാപ്പന. എന്താടാ? കുറച്ചുകൂടി സമയം വേണമായിരുന്നേ ഈ നോട്ട് നിരോധനമൊക്കെ വന്നേ പിന്നെ. ആരെങ്കിലും എനിക്ക് ആശയില്ലെന്നേ. ഷാജിയേട്ടൊന്നും പറയുന്നില്ലല്ലോ. സച്ചിനും ഇങ്ങനെ തന്നെ ആലോചിച്ചൊരു തീരുമാനം എടുക്കുള്ളൂ. इसके 2 साथियों को पकड़ लिया। കേട്ടല്ലോ, പുതിയത് 27 ലക്ഷം രൂപ. ലാസറിന്റെ വീട്ടിൽ മറ്റന്നാൾ എത്തണം. അയാൾ എന്റെ പിള്ളേരെ കൊല്ലാക്കൊല ചെയ്യൂടെ പോയി. क्या करेगा अभी? 2 പൊറോട്ട ഉങ്ങ 2 പേര് തന്നെ കൂടെ കൊണ്ട 100 180 180. ഓക്കെ ഇതാപടി. ஏய் சுலைமான், சீக்கிரம் வேலையை பாடுறா. അല്ല പാത്തിക്കൊണ്ടിരിക്കണല്ലേ. கஸ்டமர் ஜாஸ்தியா இருக்கு, சீக்கிரம் வேலையை பாடுறா.
അണ്ണാ இந்த பில்லு എനിക്കൊന്നും கொஞ்சம் വേറെ കട பாருங்க. കിട്ടിയോ ഇത് പഴയ കണക്കാ അവൻ തരണല്ല ഇതൊക്കെ തീറ്റ. उसने पहचान लिया उसको. പിന്നെ ഭയങ്കര സുഖം നീ കാരണം ഞാൻ ഞാൻ ഒരു പുതിയൊരു കോള് കേട്ടോ अच्छा नहीं डील लेके आए कुछ. പഴയ കോള് വെച്ചിട്ടുണ്ട് നിനക്ക് കൃത്യസമയത്ത് ഞാൻ വന്നത് കൃത്യമായിട്ട് താങ്ക് യു ഇവിടെ അന്വേഷിക്കുന്നറിയോ അയ്യോ हो गया भाई हो गया. रुक 500 കോടിയാ കമ്മട്ടോട് കറക്റ്റാന്ന് इतना मारने के बाद बेचारा खड़ा भी नहीं हो पा रहा. കമ്മട്ടം കമോൺ ബോയ്സ് അളിന് കുഴപ്പമില്ലല്ലോ ഇതൊക്കെ എന്താണ് ഇവനല്ലേ ഇവിടെ ഇതൊന്നും കൊണ്ടത് निकाल दे उसने अपनी गाड़ी है वो। ओह ये गाड़ी छुपा रखी थी उसने कपड़े बदल दिए अच्छा वो सैड. अब आ गया वो दोबारा से अपने असली रूप में गाड़ी में। झूठ सुलेमान. അതെ എന്നെ സുലൈമാൻ നോട്ട് സുലൈമാൻ അപ്പൊ വേറെ ദാമോദരൻ ഉണ്ണിമകൻ പീപ്പിൾ കോൾ മീ बदला रिवेंज. ओह चल कैसे रहा है ऊपर देख के. അയ്യോ क्या എന്താണ് बोला? നല്ല अच्छा अब बॉम्ब से उड़ा रहा है उसे फेंक दिया उसने ओ उड़ा दिया उसका दावा This is my entertainment. Whoa. अब आएगा लिस्ट में. पूरा जल गया മാനേ ഉന്നെ വിട മാട്ടാണ്ടാ നാന് ഡൂഡ് സാറേ അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഞാൻ മൂക്കും കുത്തി പാലത്തിന് മുകളിൽ വണ്ടി എടുത്തു ബോണറ്റ് പൊക്കും അതാണ് സിഗ്നൽ പിന്നെ അവിടെ കിടന്ന് വെടിയോ പോച്ചപ്പാടൊന്നും ഉണ്ടാക്കരുത് അതിന്റെ ആവശ്യം വരില്ല ഇത് നീലക്കുയിൽ ഡീൽ പോലെയല്ല ഈ മണ്ടന്മാരൊറ്റക്കല്ല ഞാൻ നേരിട്ടാണ് ഡീൽ ചെയ്യാൻ വരുന്നത് ദേ അതാ നല്ലത് എന്നാ ഞാൻ പോട്ടെ അല്ലെങ്കിൽ സാത്താൻ സീവറിന് ഡൗട്ട് അടിക്കും പിന്നെ നോട്ടടിക്കുന്നതിന്റെ പകുതി എനിക്കല്ലേ അല്ലല്ലേ എടാ വണ്ടിനെ കുളിപ്പിക്കാനാ പറഞ്ഞ തെണ്ടി നീ കുളിച്ചിട്ട് കുറെ ആയില്ലേ ചുമ്മാ കുളിച്ചോ എടാ പോയി എന്താ ഷൈട്ടോ ഞാൻ ആലോചിക്കുന്നതേ നമുക്ക് എല്ലാവർക്കും കൂടി അവന്മാരുടെ അടുത്തേക്ക് അങ്ങ് പോയാലോ എന്നിട്ട് എന്നാ അങ്ങ് തുടങ്ങാം എന്നിട്ട് ഊരി പോരല്ലോ ഞാൻ ഈ നടുവിനെ വെച്ച് പാപ്പൻ ബെസ്റ്റ് പിള്ളേരെ ഇറക്കണ്ട അതെ ആ ലാസറിനെ കണ്ടായിരുന്നല്ലോ ഒരു കുട്ടിയാണോ അത്ര ഉണ്ട് കട്ടപ്പാറ കടിച്ചാലും വീഴുകയല്ല പാപ്പൻ എന്തെങ്കിലും നമ്പർ ഇട് എടാ ക്ലീറ്റസ് നിന്റെ കഴുത്തിൽ കിടക്കുന്ന മാല വിറ്റ് എത്ര രൂപ ഇത് വിറ്റ ഒരു 10 അത് മതിയാവൂ 350 കിട്ടും പക്ഷെ 300 പേര് എടുക്കൂ ഇവൻ എന്നേക്ക് പറയണം ഏറ്റു പോയടാ सचिन. ഹലോ ഭയ്യാ കൈസാ ഹേ ക്ലീറ്റസ് അച്ഛാ അച്ഛാ അബു भाई साहब के पास. हेलो अरकेल अबू है हेलो अबू भाई बोलो हम 11 बजे गोमंगलम स्टेशन पहुंचेगा आप पैसा लेके सीधा उधर आ जाना हमारे पास उतरने के लिए वक्त नहीं है हम सीधा पालक्काड जा रहा हूँ ശരി ശരി हाँ और एक बात हमको नया पैसा चाहिए नया पैसा नहीं है तो 100 का और 50 का भी चलेगा पर पुराना पैसा नहीं चाहिए भाई वी आर सामान लेने के लिए आएगा ठीक है സാമാനോ ഓക്കെ ഷാജേട്ടാ നമ്മുടെ ആ ഒറ്റമൂലിക്കാർ ബംഗാളികളാ അവന്മാർ നാളെ 11 മണിക്ക് ഗോമംഗലം സ്റ്റേഷനിലെത്തും ഈ സമയത്താണ് ഒറ്റമൂലി എന്റെ പൊന്ന് ഷാജേട്ടാ ഒന്ന് വാങ്ങ് അതല്ല ഷാജേട്ടാ ഈ നോട്ട് നിരോധനെ പറ്റി ഈ ബംഗാളികൾ വരെ അറിഞ്ഞിരിക്കുന്നു പക്ഷെ ഇനിയിപ്പോ ഈ 15,000 രൂപ ഇവിടെ നിന്ന് ഒപ്പിച്ചു കൊടുക്കുമെന്ന് അവന്മാർക്ക് എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു ഈ ഒറ്റമൂലി കിട്ടിയ പാപ്പന്റെ നടുവേന മാറുന്നുള്ളൂ അതോ ഒറ്റമൂലി കഴിച്ച് പാപ്പന്റെ നടുവേനെ മാറിയാലേ നമുക്ക് അവന്മാർക്കിട്ട് പൊട്ടിക്കാലാ അതെ ഒറ്റമൂലിക്കുള്ള പൈസ ഒന്നും ഇടാവൂ
എങ്ങനെ നമ്മുടെ പിള്ളേരെ ഇറക്കാന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും. എന്നാടി എടി അമ്മച്ചി ഐസിയിലേക്ക് എക്സ്കർഷൻ പോയിട്ട് ഇതുവരെ ഇറങ്ങിയില്ലായിരുന്നല്ലോ, താമസമാക്കിയോ? ആധാരം തിരിച്ചെടുക്കാതെ അമ്മച്ചി ഇനി ഇങ്ങോട്ടില്ലാന്ന് ഉറപ്പിച്ചു പറഞ്ഞു. സന്തോഷമായി. പിന്നെ 2 കൊല്ലത്തെ ആട്ടിൻപാല് വിറ്റതും മുട്ടനാടിനെ വിറ്റതും എല്ലാം ഉണ്ട്. മൊത്തം ചില്ലറയാ. സ്കൂട്ടർ വാങ്ങാൻ വെച്ചിരുന്ന എന്നായാലും ഒരു 15,000 കൂടുതൽ കാണും. ഇന്ന പാപ്പ മേടിച്ചോ ഷാജിയേട്ടാ? പോയി നടുവ് ശരിയാക്കിട്ട് അവന്മാർക്കിട്ട് കൊടുക്ക് പാപ്പ. പിന്നെ അല്ലാണ്ട് അപ്പൊ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാം പ്ലാൻ പോലെ. ഇത് $3 മില്യൺ ഉണ്ട്. നേരെ ഗോമംഗലം സ്റ്റേഷനിൽ പോകുന്നു, അവിടെ അവര് മാത്രമേ കാണൂ. കാശ് കൊടുക്കുന്നു, കമ്മട്ടം മേടിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ആരും കാണാതെ എത്തുന്നു. ഓക്കെ? There is no phone calls, messages in between. ഒരു മിനിറ്റ് കൊടുക്കുന്നു വാങ്ങുന്നു. അപ്പൊ എല്ലാം പറഞ്ഞല്ലോ സാർ. Go. നമ്മൾ പോകുന്നു, ചെല്ലുന്നു. എങ്ങനെയുണ്ട് സമ? എന്നെ ടൈയൊക്കെ അല്ലേ? നാണമില്ല കോണാനെ കൊടുത്ത്. എടാ, നമ്മൾ ഇത്രയും വലിയ ഡീലിങ്ങിന് പോവല്ലേ? നമ്മൾ നിസ്സാരക്കാരില്ലെന്ന് അവന്മാര് മനസ്സിലാക്കണം. ഓക്കെ, कुछ तो गड़बड़ करेंगे मेरे को ऐसा लग रहा है. ये तो उनके साथ मिला हुआ है ना. वो स्टेशन का नाम क्या बोला? ഗോമംഗലം. ഇത് എന്നാണ് നിയമസഭയോ? മാനും മാഞ്ചാതി ചില്ലറ പൈസ കാവർത്തും കൂടെ 2 ചക്കങ്ങൾ എടുത്തരാൻ മേലായിരുന്നോ? അവന്മാര് കറക്റ്റ് ആയിട്ട് ഒറ്റമൂലക്ക് ഇവിടെ കൊണ്ടുവിടാ പോയി. पुलिस भी, इनकी गाड़ी भी आ गई सुलेमान की. നമ്മുടെ സർവത്ത് സമീറിലെ ദൈവമേ അയാളെ ട്രെയിനും വരാറായില്ല. യുവമാരെ മധുര ട്രെയിനിൽ കയറ്റി വിട്ട് ഞാൻ സ്റ്റേഷനിലെത്തുമ്പോ കേസ് ഫയൽ എന്റെ ടേബിളിലുണ്ടാവും. അതെ, വക്കീലുമാര് ചോദിക്കും പോലീസുകാർ ഇടിച്ചെന്നൊന്നും പറയരുത്. സർബത്ത് അങ്ങോട്ട് പറഞ്ഞു നോക്കാം. സർബത്ത് ഷമീർ അതിന് സാറെന്തിനാ പേടിക്കുന്നത്? നമ്മളല്ലേ പോലീസ്. ഒന്ന് വരട്ടിയേക്കാം. എന്താടാ ഇവിടെ ആരുമില്ലാത്ത സ്റ്റേഷനിൽ ബോംബ് വെക്കാൻ വന്നാണോ? അയ്യോ അല്ല സാർ, നടുവേദനയുടെ ഒറ്റമൂലി മേടിക്കാൻ വേണ്ടി വന്നതാ. കള്ളം പറയുന്നോടാ. ഇവിടെ നിന്റെ അപ്പ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഒറ്റമൂലി. അയ്യോ അല്ല സാർ, ഇത് വിദേശത്തുനിന്ന് വരുവാ. വിദേശത്തുനിന്നോ? ആ, രാജസ്ഥാനിൽ. നീ ഒന്നോർത്തോ, നിന്റെ പുറകിൽ എപ്പോഴും എന്റെ ഒരു കണ്ണുണ്ടാവും. സാറേ, സാറിന് സെല്യൂട്ട് അടിക്കാറിയാൻ മേലെന്നത് ശരിയാണോ? സാറേ ഒന്ന് അടിച്ച് കാണിച്ചോട് സാറേ. ശരിയാണല്ലോ. എങ്ങനെയാണ് പോലീസുകാരെ കൊണ്ട് സെല്യൂട്ട് അടിപ്പിക്കുന്നത്? അവൻ ഇച്ചിരി ബഹുമാനം കൂടിയിട്ടുണ്ടല്ലേടാ. എനിക്ക് അവന്മാര് സാറിന് താങ്ങിയത് പോലെ തോന്നി. അല്ല, ബഹുമാനം കൂടിയിട്ടുണ്ട്. എങ്കിൽ കൂടി കാണും. സാർ അവൻ ജില്ല വിട്ടിരിക്കുക, ഇപ്പം പിടിച്ചാലോ? എടാ മണ്ട, എന്തോ ജില്ല വിട്ടില്ലല്ലോ, സംസ്ഥാനമല്ലേ വിട്ടുള്ളൂ. അപ്പൊ ഈ ജില്ല ഇതെന്തിനാ സാറേ? യവന്മാരെയൊക്കെ ഇനി എന്ന് കാണാനാ? എന്നാൽ ഈ സംസ്ഥാനത്തിന്റെ ജില്ല ഇതേത്? അയ്യോ കർത്താവേ, ഷാജി പാപ്പ എന്നടാ നോട്ടിന്റെ കൂടെ ട്രെയിൻ ഈ നിരോധിച്ചു. പണ്ടാരത്തിന് എന്ന് കളിയാണ്ടാലും എന്നെ പോലീസ് പൊക്കും, ഇന്നും പൊക്കും. വാടാ. സ്റ്റേഷൻ ആ ഗയാ, ജൽദി ചലോ ചലോ. ये सो रखा है. वो गाने सुन रहे हैं क्या? ഇവന്മാര് ഇനി ഇത് എവിടെ നിന്ന് തപ്പിയെടുക്കാനാടാ? ഒറ്റമൂലി ഒറ്റമൂലി. ഷാജേട്ടാ, ഹിന്ദിയിൽ വിളിച്ചാലേ അവർക്ക് മനസ്സിലാവും. എന്നാ നീ വിളി. ഒറ്റമൂൽ. अच्छा, ये दोनों जो ट्रेन में आए उनको देने के लिए आए, जो गाड़ी से आए. आइए, इनको मिल जाते हैं. पुलिस हमारा इन्होंने उससे लेनी थी ना दवाई, वो तो सोया हुआ है. ഒറ്റമൂലി നടുവിന്റെ തയ്ക്കാനുള്ളത്. അതെ, എന്നാ പൈസ പിടിച്ചോ. അയ്യേ, എന്റെ നടുവേദന. സെൽഫി. पुलिस भी आ गई. ശരി ശരി. ज्यादा ही हुआ है, फैट भी हो रहा. बाय बाय. ശരി. जिससे लेनी थी दवाई वो तो सो गया था. उन्होंने कुछ और ले लिया. ഇരുട്ടുന്നതിന് മുമ്പ് ഞാൻ കാണാതെ ജില്ല കറിക്കണം. പിന്നെ നമ്മളിവിടെ കണ്ട കാര്യം ആരും അറിയണ്ട. ഒറ്റമൂലി. അതെ, ഈ ഇന്ത്യയുടെ സംസ്ഥാനം ഏതാണ്? ബംഗാൾ. അതാണ് എവിടെയോ പഠിച്ചു. ഇതിലെങ്കിലും ഓക്കെ ആയാ മതിയായിരുന്ന മക്കളെ. अब खुली उसकी नींद. गोमंगलम. वो तो कुछ और ही आगे. अबे, गोमंगलम स्टेशन पहुंच गया. क्या हुआ? हमें निकलना है, सामान ले लो. अरे गाड़ी को रोको. ये बता रहा. आजा.
എങ്കിലും കളയാതെ സൂക്ഷിക്കണ ക്ലീറ്റസ്. മണ്ടന്മാരെ കണ്ടില്ല. പാപ്പനും പോയി ട്രെയിനും പോയി. അയ്യോ പാപ്പനും പോയി ട്രെയിനും പോയി. എടാ പോടാ. ये आप पहुंचे वहाँ ये उससे लेगा दवाई പോയാ ആരെയും കാണുന്നില്ല. എന്ത് പറയും? എടാ സോമ ആരും പോയിട്ടില്ലടാ. ദേ എല്ലാരും കറക്റ്റ് पहले क्यों नहीं बताया? एक्सचेंज होगी सारी चीजें അതെ ഭീമാപ്പള്ളി പോലെ ഇരിക്കുന്നത്. നമസ്കാരം. അതെ പോലീസുകാർ അവിടെ നിന്നോണ്ടാ. ഞങ്ങൾ രണ്ടുപേരും കൂടെ. तुम लोग कौन है? अब और क्लीटस कहाँ है? നമനെ अबे वो शैतान के बच्चे लोग किधर है? ഏ ഭായി ഞങ്ങള് സൈത്താന്റെ പെച്ചകൾ തന്നെയാണ്. ഈ कुछ अलग ही सोच रहे हैं सुनो सुनो, उसमें एक बात है, सुबह गौमूत्रों का साथ मिला के पीने का, ठीक है? നീ ഗോമൂത്രം കുടിക്കേണ്ടവരെന്നാ പറയണത്. ഞാൻ കുടിക്കത്തില്ല. മൂത്രം ഞാൻ കുടിക്കണം. ഗോമൂത്രമൊക്കെ നിങ്ങൾ നോർത്ത് ഇന്ത്യക്കാർ കുടിച്ചാൽ മതി. അയ്യടാ क्या बोल रहा है? क्या बोल दी तू? अबे ये लोग कौन है? अबू और क्लीटस क्यों नहीं आया? उसका कोई दूसरा काम होगा, लेकिन वो सही बराबर आदमी बेच दिया. लेकिन आपको क्या चाहिए भाई? पैसा पैसा उसमें है ना. इतना बड़ा बैग में 15,000 रुपया. इसमें केरला चिप्स होगा भाई. എടാ സോമോയ്, ഈ കമ്മട്ടം എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിയത് 10 ലിറ്റർ ചാരായം കൊള്ളാൻ വലിയ എന്തൊക്കെ അന്നാസ് പോലെ ഇരിക്കുന്ന. ഇതിപ്പോ കൊള്ളാം. ഇത് കമ്മട്ടൊന്നും അല്ലടാ, ഇത് നോട്ടടിക്കുന്ന ഡിസൈനാ. കമ്മട്ടൊന്നൊക്കെ നാട്ടുകാർ വെറുതെ പറയും. എന്തുവാ ഇടക്കിടക്ക് ഇതിന്റെ ഒരു മിസ്സിംഗ് ഇടാ. വണ്ടിയുടെ ഡീസൽ ഒടിഞ്ഞിട്ടുണ്ടാവട്ടാ. നോക്ക്, ഞാൻ ഓടിച്ചപ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഓക്കെ ആണല്ലോ. പെട്ടി കെട്ടിരിക്കണ കർത്തവനെ കമ്മിയാ വാടാ ഇവിടെ തോക്ക് ഇവിടെ വാടാ. ഞാൻ തരൂല. ഇത് സാത്താൻ സാറിന്റെ. ഇവിടെ വാടാ. ഏതോ മുന്തി ടീമാ. സാധനം കൊടുത്തേക്കടാ. വാടാ വാടാ. വേണോ? से मिला हुआ है ना ये तो मिला था. വെടികൊണ്ട് ചാവണ്ട അല്ലേ? സോറി പറഞ്ഞു. So simple boy. Boys ഞങ്ങള് കഷ്ടപ്പെട്ട് വാങ്ങിച്ച കെട്ടിയാണ് സാറേ. പെട്ടിതാടാ കർത്ത കരടി. പുറത്തേക്ക് തോക്ക് ചൂണ്ടിപ്പോടാ. ഞാൻ കൊടുക്കൂല. ചെയ്യുന്ന തൊഴിലുള്ള ടൂർ വേണോടാ. എന്താ ഇത്? അയ്യോ ഇതെന്താ ഇങ്ങനെ? എന്നാടാവേ ഒരു പിടിച്ചില്ലേ കേട്ടെ? അതെല്ലോടാ, നമുക്ക് ഈ ഏരിയ വിട്ടേ പോയേക്കാം. പെട്ടെന്ന് വേഗം വിട്, വേഗം വിട്. വിടുവാ. अच्छा इसके ऊपर तो चढ़े भाई. അയ്യോ എന്റെ പെട്ടി. ഇത് ഞങ്ങളുടെ പെട്ടിയാണ് പെട്ടി. मुझे देना चाहता है वो नहीं देना चाहता. कैसे भी कहा थे उसके ऊपर നാലുപേരും കണ്ണട വെക്കണ്ടെന്ന് ഒരു മുതലാളി സക്സസ്. അല്ല സേവർ സാറേ, വരുന്ന വഴിക്ക് തോക്കൊക്കെ ചൂണ്ടി നമ്മുടെ ഈ കമ്മട്ട് അടിച്ചോണ്ട് പോകാൻ വന്നവരാരാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. वही तो है न्यूज़ में तो मेडिसिन है. മണ്ടന്മാർ വല്ല പാണ്ടിലോറിയിലും കയറി കോയമ്പത്തൂർ വല്ല എത്തിക്കാണും. अभी तो पता ही नहीं है क्या. അതെ അതെ. उसी की दवाई. ഇതെന്താ സോമ, നിന്റെ അപ്പന്റെ അങ്ങാടി വരുന്ന എവിടെയാ? ശരിക്കും നോക്ക് സാറേ, ആ കുപ്പിക്കകത്ത് കർത്താവേ ഇതായിരിക്കണേ കമ്മട്ടം. ദിവസവും 3 നേരം ഇത് പുരട്ടി കുളിക്കുക. വേദനയ്ക്ക് ശമനം ഇതാണോ മരുന്ന്? वो इनके पास है. ഇതെന്തോന്നു? ഷാജേട്ടാ കൊണ്ടുപോടാ അത്. ഷാജേട്ടാ ദേ നോക്കി. ഒന്ന് നോക്കട്ടെ, അങ്ങ് തേച്ചോ. അല്ല ഷാജേട്ടാ ഇത് നോക്കി. ഇതായിരുന്നു നേരെ തൊണ്ടായിരുന്നു. ലോകമാണോ? എടാ ഇതെല്ലാം കൂടി അരച്ചിട്ടേ നടുവിന് വെച്ചാനോ? അല്ല ഷാജേട്ടാ, ഇതേതോ പുരാവസ്ഥ ഏതോ മഹാരാജാവിന്റെ പടമൊക്കെ ഉണ്ട്. അതല്ലടാ,
ഇതുണ്ടാക്കി പാപ്പ അതിനകത്ത് 500 വർഷം പഴക്കമുള്ളായിരിക്കും. ആ ഇനി വൈദ്യശാലയുടെ നമ്പർ ആയിരിക്കും. നിങ്ങൾക്ക് മണ്ടന്മാരാ, ഇത് കൊറേ പീസില്ലേ, ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് പാപ്പന്റെ നടുവിൽ വെച്ചിട്ട് വെൽഡ് ചെയ്യാനുള്ള എന്നെ നെഞ്ചത്ത് വെച്ച് വെൽഡ് ചെയ്യണം. ഷാജിട്ടാ ആ ഫക്രൂനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എല്ലാം കൂടി റേച്ചിൽ വെച്ചിട്ട് മതിയായല്ലോ. तुमको समझ नहीं आ रहा वो है क्या? പാപ്പാ ആ കോപ്പ ഷാജിട്ടാ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഷാജിട്ടാ? ആക്രിക്കാർക്ക് എടുത്തു കൊടുക്കാം. എന്നാ പിന്നെ ഇരുമ്പിന് തന്നെ കൊടുക്കാം. ഇങ്ങേരെ നടുവേന മനുഷ്യന് തലവേനയായിരുന്നു. ഒന്ന് വേഗം